എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചില സാമൂഹ്യ ദ്രോഹികൾ ശ്രമിച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഞാനിത് പറയാനുള്ള കാരണം 3 പെൺകുട്ടികൾ ചേർന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. ഒരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. പാലക്കാട് കേട്ടോ. പാലക്കാട് കുത്താമ്പുള്ളി പാലത്തിൻ്റെ അടുത്തായിട്ട്. ആ സ്ഥലം എനിക്കറിയത്തില്ല, പക്ഷേ ഇവർ പറഞ്ഞുള്ള അറിവാണ്. പുതിയ പാലമാണത്. അപ്പോൾ ആ പാലത്തിനടുത്തായിട്ടാണ് ഇവരൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവർ സ്റ്റാർട്ട് ചെയ്ത് ബൊട്ടിക്കിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർക്കുണ്ടായൊരു ദുരിതം, അതാണ് ഇവർ പറയുന്നത്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം, എന്താണ് അവർക്ക് പറയാനുള്ളത്. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തോളൂ. നമുക്ക് നേരെ ഇവരുടെ വീഡിയോയിലേക്ക് പോകാം. 3 ചെറിയ ക്ലിപ്പുകളേ ഉള്ളൂ. പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടികൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. ഒരു ബിസിനസ് സ്ഥാപനം തകർക്കാൻ വേണ്ടി കുറേ സാമൂഹ്യ ദ്രോഹികൾ, കുറേ അല്ലെങ്കിൽ കുറച്ച് കാണിക്കുന്ന മോശപ്പെട്ട പരിപാടി. ഇതാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഫ്ലെക്സ് മാത്രമാണ് കംപ്ലീറ്റ്ലി പോയിരിക്കുന്നത്. നമ്മൾ ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്ലെക്സ് കീറിയിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ വിളിക്കുകയും ചെയ്തേ. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര കീറിയിട്ടുണ്ടാവുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി പോയി ഫ്ലെക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കുത്താമ്പള്ളി പുതിയ പാലത്തിലാണ് കേട്ടോ. നമ്മളാണ് ആദ്യം ഫ്ലെക്സ് വെച്ച് പാലം ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ പേരൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറേ ഫ്ലെക്സുകൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫ്ലെക്സ് മാത്രമാണ് പോയിരിക്കണത്. എന്താ പറ്റിയെന്ന് അറിയില്ല. കാറ്റുകൊണ്ടാണോ അതോ ആരെങ്കിലും ചെയ്തതാണോ ഒന്നും അറിയില്ല. നമ്മുടെ ഫ്ലെക്സ് മാത്രമാണ്. പക്ഷെ സാരമില്ല, നമുക്ക് ശരിയാക്കാം. കണ്ടല്ലോ, ഇവരുടെ ഷോപ്പിൻ്റെ പേര് വെച്ചിട്ടുള്ള ഫ്ലെക്സ്, വലിയൊരു ഫ്ലെക്സാണ് കേട്ടോ. അതിനെ ആരോ കീറിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് ഫ്ലെക്സുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിവരെ അറിയുന്ന ആരോ കൊടുത്തൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരിത് നിയമപരമായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇതിന് ശേഷം ഇവർ ചെയ്തതെന്താ വെച്ചാൽ അവിടെ പുതിയ ഫ്ലെക്സ് വെച്ചു. ആലോചിക്കുക, നല്ല എമൗണ്ട് വരും ഈ ഫ്ലെക്സ് വെക്കാനൊക്കെ. ഈ ഹോർഡിങ്സ് ഉണ്ടാക്കി അത് അവിടെ ഫിക്സ് ചെയ്യാനൊക്കെ നല്ല എമൗണ്ട് വരും. അപ്പോൾ അത്രയും പൈസ മുടക്കി തന്നെയായിരിക്കും ഒരുപക്ഷെ അവർ രണ്ടാമത്തെ ഫ്ലെക്സ് വെച്ചത്. അതിൻ്റെ കഥയൊന്ന് കേൾക്കാം. ഹലോ, നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലെക്സ് കീറിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായി ഉണ്ടായിരുന്നു. അങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ഇട്ടതാണ്. നമ്മളത് പെട്ടെന്ന് തന്നെ അത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതിയ ഫ്ലെക്സ് വെച്ചു. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരുടെ ഹെൽപ്പിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ നമ്മുടെ കമൻസിൽ കൂടി നമുക്ക് ഒരുപാട് പേര്, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തു. കുറേ പേര് കമൻറ്റ് ചെയ്തു, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. നമുക്ക് ഫ്ലെക്സ് ചെയ്യാനേ. മനവ വേവിങ് ലൂംസ് എന്നാണ് ഇവരുടെ ആ ഷോപ്പിൻ്റെ പേര്. ഒരു കുഞ്ഞു ഷോപ്പാണ് കേട്ടോ. വലിയൊരു ആഡംബരമുള്ള ഷോപ്പൊന്നുമല്ല, കുഞ്ഞു ഷോപ്പാണ്. പക്ഷേ ഒരുപാട് കളക്ഷൻസ് അവരുടെ ഷോപ്പിൽ കാണാം. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇതേ പേര് തന്നെയാണ്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. AR ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ ടീമുണ്ട് ഈ പാലക്കാട് ബേസ് ചെയ്തിട്ട്. അത്യാവശ്യം പല നാടുകളിൽ നിന്നും ആൾക്കാർ വന്ന് അവിടുന്ന് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്, പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അടുത്താണെന്ന് തോന്നുന്നു ഈ സ്ഥാപനം വരുന്നത്. ഇത് കുത്താമ്പള്ളി പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. പാലക്കാട് രണ്ടാമത്തെ ഫ്ലെക്സ് ഇവർ കയറ്റി മേളിൽ. ഇനി എന്താ സംഭവിച്ചത്? അതാണ് കാണേണ്ടത്. ആലോചിക്കുക, 3 പെൺകുട്ടികൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി. ആ കെട്ടിടം തന്നെ ഒരു പാഴ് കെട്ടിടമായിട്ട് കിടന്നൊരു സ്ഥലമാണ്. ചുറ്റും കാട് പിടിച്ചിട്ട് അങ്ങനെ കിടന്നൊരു സ്ഥലം. അതിൻ്റെയൊക്കെ വീഡിയോ അവരുടെ പ്രൊഫൈലിലുണ്ട്. ഞാനത് ജസ്റ്റ് ഇവിടെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ കാട് പിടിച്ച് കിടന്നൊരു സ്ഥലം, ആ സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഭംഗിയിൽ അവർ ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളാണിത്. രണ്ടാമത്തെ ഫ്ലെക്സ് വെച്ചു. ഇനി എന്താണ് സംഭവിച്ചത്? അത് കേൾക്കാം. ആർക്കാണ് ഞങ്ങളുടെ അടുത്ത് ഇത്ര ദേഷ്യം എന്നുള്ളത് അറിയില്ല. നമ്മൾ ഇന്നലെയാണ് ഫ്ലെക്സ് വേറെ മാറ്റി വെച്ചു, പുതിയത് വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടത്. അന്ന് രാത്രി തന്നെ വീണ്ടും ആരോ നശിപ്പിച്ചിട്ടുണ്ട് ഫ്ലെക്സ്. ഇതിപ്പോ ഈ ഒരു ഫ്ലെക്സിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് 3ാമത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് തന്നെ ഇതിൽ വല്ലാതെ മടുപ്പുണ്ട്. പക്ഷെ ഇത് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ മായന്നൂർ സൈഡിലുള്ള ചേട്ടന്മാർ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളടുത്ത് വന്ന് പറയണം. ആർക്കാണ് ഞങ്ങളടുത്ത് ഇത്ര ദേഷ്യം എന്നുള്ളത് അറിയില്ല.
നിങ്ങൾ എന്നെ കണ്ടു ഹോളാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ കല്ലെടുത്ത് എറിഞ്ഞ പോലെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത്. ഫ്ലെക്സിന്റെ പല ഭാഗത്തും ഉണ്ട് ഇതേപോലെ പാടുകൾ, ഹോളായത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതേപോലെ ഈ ഫ്ലെക്സിന്റെ അടിയിലത്തെ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് നിയമപരമായിട്ട് നേരിടാൻ തന്നെയാണ്. എന്തായാലും ഇതിപ്പോ നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാനൊക്കെ അത്യാവശ്യം നല്ല ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോ എത്ര പ്രാവശ്യം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യല്ലേ. അപ്പോൾ ഭയങ്കര മോശമാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും കല്ലെടുത്തെറിഞ്ഞെന്ന് മാത്രമല്ല അതിൻ്റെ അടിഭാഗത്ത് പറിച്ചു വെച്ചേക്കാണ്. അപ്പോൾ അത്രയും ഇവരുടെ ദേഷ്യം ആർക്കാണ്, വൈരാഗ്യം ആർക്കാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എത്ര സ്ഥാപനം വന്നാലും അവരവരുടെ കച്ചവടമല്ലേ അവരവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ. ഇത് ചെയ്തവന്മാരുടെ വീട്ടിൽ അവൻ്റെയൊക്കെ അമ്മയോ പെങ്ങളോ ഒക്കെയാണ് ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയതെങ്കിൽ ഇവനൊക്കെ ചെയ്യും, ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അത്യാവശ്യം ബിഗ് ഷോട്ട്സ് ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. കാര്യം ഈ പറയുന്ന പോലെ നിയമത്തെ പേടിയില്ലാത്ത അല്ലെങ്കിൽ നീതിപീഠത്തെ പേടിയില്ലാത്ത കുറേ ടീമുകൾ ഉണ്ടാവുമല്ലോ. എവിടെയും ഈ സാമൂഹ്യ വിരുദ്ധരുണ്ടാവുമല്ലോ. ചിലപ്പോൾ വഴിയെ പോയപ്പോഴേക്കും കല്ലെടുത്തെറിഞ്ഞതായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ അടിഭാഗത്ത് ഇത് പറിച്ചു കളയേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ മാത്രം വേറെ ഒരു ഫ്ലെക്സുകൾക്കും അവിടെ ഒരു കുഴപ്പമില്ല, ഒരു കേടുപാടും സംഭവിക്കുന്നില്ല. അവിടെ പല ടെക്സ്റ്റൈൽസിൻ്റെയും ഫ്ലെക്സുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരുടെ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ശരിക്കും വല്ലാത്ത വിഷമമുണ്ട്. കാരണം അവരുടെ സ്വപ്നമായിട്ട് അവർ കൊണ്ടുവരുന്ന സ്ഥാപനമാണ്. അതിനെ ഈ രീതിയിൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ ആര് തന്നെയാണെങ്കിലും ഇവരോട് എനിക്ക് പറയാനുള്ളത് കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് അത് അവരെ പിടിക്കുക തന്നെ വേണം. പിടിച്ച് ആ പിടിക്കുന്നതും കൂടി നാട്ടുകാരെ അറിയിക്കണം. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും ആ നാട്ടിൽ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അവിടെ പോവുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക, സാധനം മേടിക്കുക. അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോ കൂടി പറയുകയാണ്. ഇത് അവർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലും അവർ അറിഞ്ഞിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഞാൻ അവരോട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.